ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടി സിദ്ദീഖ് MLA, നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് ഉയർന്നു വരുന്ന ആവശ്യമായിരുന്നു ഈ പാത എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സബ്ബായിട്ടുള്ള പാതകളുടെ എല്ലാം പണികൾ പലതും തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ തിരുവമ്പാടി മുതൽ പുല്ലൂരാമ്പാറ വരെയുള്ള പാതയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം വികസനമാണ് ഈ പ്രദേശത്തേക്ക് ഈ പാത കൊണ്ടുവരാൻ കാരണമാകുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? വയനാട് ചുരത്തിൽ 9-ാം വളവിന്റെ മേലെ വ്യൂ പോയിന്റിന് എതിർവശത്തായി ഒരു വലിയ രീതിയിലുള്ള പ്രയാസകരമായ സാഹചര്യത്തിലുള്ള ഒരു പൊട്ടലുണ്ടായി. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഇന്നും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്, ഗതാഗത സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഓണത്തിന് വേണ്ടി കടന്നു വരുന്ന കുട്ടികൾ, ടൂറിസത്തിന്റെ ഭാഗമായി വരുന്ന ആളുകൾ, അതുപോലെ എയർപോർട്ടിലേക്കും മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന ആളുകൾ, ദൈനംദിന സാമൂഹ്യ ജീവിതം മുഴുവൻ ബുദ്ധിമുട്ടാകുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുക. വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ടെർഷറി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ നല്ല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്കിവിടെ ലഭ്യമല്ല എന്നതാണ്. ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ഞങ്ങൾ ദീർഘയാത്ര ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തണം. അത് എത്താൻ പോകുന്ന സന്ദർഭത്തിൽ പല സമയത്തും ഞങ്ങൾക്ക് ചുരത്തിൽ ഗതാഗത കുരുക്ക് നേരിടുകയാണ്. അതിൽ തന്നെ 6, 7, 8 വളവുകൾ വലിയ രീതിയിലുള്ള ചെറിയ ഇടുങ്ങിയ ഹെയർപിൻ ബെൻഡുകളാണ്. ആ ഹെയർപിൻ ബെൻഡുകളിൽ എല്ലാ സമയത്തും ഗതാഗത കുരുക്കും അതുപോലെ തടസ്സങ്ങളും ഒക്കെ നേരിടുന്നു. അത്തരം ഒരു പശ്ചാത്തലം വയനാട്ടിൽ ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയണം. ഒരു വലിയ വികസന സാധ്യതയുള്ള ഒരു സ്ഥലം, പക്ഷേ അതിൽ ഫോറസ്റ്റിന്റെയും ചില സമീപനത്തിന്റെയും ഭാഗമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സ്ഥലം. ഞങ്ങൾക്ക് റെയിൽ കണക്ടിവിറ്റി ഇല്ല, ഞങ്ങൾക്ക് സീ കണക്ടിവിറ്റി, കടലിന്റെ സാന്നിധ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ട്രെയിനിന്റെ കണക്ടിവിറ്റി ഇല്ല, എയർ കണക്ടിവിറ്റി ഇല്ല. ഞങ്ങൾക്ക് ആകെയുള്ളത് റോഡ് മാത്രമാണ്. ആ റോഡാണെങ്കിൽ ചുരം റോഡാണെങ്കിൽ നാഷണൽ ഹൈവേ 766 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത, അതിൽ ചുരം ഗാർഡ് സെക്ഷൻ എല്ലാ സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടേറിയതായ തടസ്സങ്ങളെ നേരിടുക. കഴിഞ്ഞ 4 ദിവസമായി നേരിട്ടതായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ 10,000-കണക്കിന് ആളുകളും 100-കണക്കിന് രോഗികളുമാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോട് ചില പദ്ധതികൾ ഉയർത്തി കാണിച്ചത്. അതിൽ ഒന്ന് ഇരട്ട തുരങ്കപാതയാണ്. 10 മീറ്റർ വ്യാസത്തിൽ എല്ലാ സൗകര്യത്തോടും കൂടി വെതർ ഫോർകാസ്റ്റ് ഉൾപ്പെടെ, കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ, ചെറിയ മിനി ആശുപത്രി സംവിധാനം ഉൾപ്പെടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിയൂടെ സ്വീകരിച്ച് നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ളതായ ഇരട്ട തുരങ്കമാണ് അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ആ തുരങ്കം നിർമ്മിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി മേപ്പാടിയിൽ നിന്ന് ആനക്കാമ്പോയിലേക്ക് 42 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ആ 42 കിലോമീറ്റർ ദൈർഘ്യം 20 കിലോമീറ്ററായി കുറയുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. മാത്രമല്ല, അത് മെഡിക്കൽ രംഗത്ത്, ടൂറിസം രംഗത്ത്, സാമൂഹ്യ വികാസ പ്രക്രിയയിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ആ പദ്ധതിയുടെ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള സംവിധാനമാണ് അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. 100 വർഷത്തെ ലോഞ്ചിവിറ്റിയുള്ള ആയുർദൈർഘ്യമുള്ളതായിരിക്കുന്ന കരാറാണ് നൽകിയിട്ടുള്ളത്. അതിൽ 200-300 വർഷത്തേക്ക് അത് നിലനിന്ന് പോകും എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. സ്വാഭാവികമായി ഈ പദ്ധതി വലിയ തുകയ്ക്കുള്ള പദ്ധതിയാണ്. കൊങ്കൺ റെയിൽവേ ആണ് എടുക്കുന്നത്. ഏറ്റവും നല്ല കമ്പനിയാണ്, സ്ഥാപനമാണ്. ആ കൊങ്കൺ റെയിൽവേയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ, 4 വർഷം കൊണ്ട് പൂർത്തിയാകുമ്പോൾ വയനാടിന് ഏറെ ആശ്വാസം പകരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പരിസ്ഥിതിക്ക് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായി വലിയ രീതിയിലുള്ള ആശ്വാസം ഗതാഗത രംഗത്ത് വീർപ്പ് മുട്ടുന്നതായിരിക്കുന്ന വയനാടിനെ സംബന്ധിച്ചുണ്ടാകും. ഇതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും തുരങ്കപാത കടന്നു വരുമ്പോൾ ആ പദ്ധതി മാത്രം മതി ബദൽ പാതയ്ക്കായി എന്നുള്ള സമീപനം സർക്കാർ സ്വീകരിക്കരുത് എന്നുള്ളത് സർക്കാരിന്റെ മുമ്പിൽ വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ടത് ഇതിന്റെ കൂടെ തുരങ്കപാതയോടൊപ്പം കണക്ടിവിറ്റിയായി വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചുരം ബൈപ്പാസ് ആണ്, ചുരത്തിന്റെ ബൈപ്പാസ് ആണ്. ആ ചുരം ബൈപ്പാസ് ചിപ്പിലിത്തോട്, മരുതിലാവ് മുതൽ തളിപ്പുഴ വരെയുള്ള 14 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കുന്ന ബൈപ്പാസ് വരുന്നതോടുകൂടി മാത്രമേ
നമുക്ക് ഇതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കൂ. ഏകദേശം 250 കോടിയോളം 300 കോടിയോളം രൂപ ഉണ്ടെങ്കിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും. ചെറിയ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങൾ വരികയുള്ളൂ. അതിന്റെ ഭാഗമായി തന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെയുള്ളതായിരിക്കുന്ന പുതിയ 4 ലൈൻ റീച്ച് അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് വീണ്ടും നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി കടക്കുകയാണ്. ആ ടെൻഡർ നടപടികൾ ഈ ചുരം ബൈപ്പാസ് വഴി ആക്കണം എന്നുള്ള ഡിമാൻഡ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചതായിരിക്കുന്ന നടപടികളിലേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായ പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡാണ്. ഒരു റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 1994 സെപ്റ്റംബർ മാസം 24-ാം തീയതി സാക്ഷാൽ ലീഡർ ശ്രീ കെ കരുണാകരൻ തറക്കല്ലിട്ട് പ്രവൃത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ്. നിർഭാഗ്യവശാൽ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ച ഏറ്റവും മോശമായ സമീപനമാണ് ആ പദ്ധതി മുടങ്ങിപ്പോകാൻ ഇടവന്നത്. ഇത്ര കാലമായിട്ടും ജനം അതിന്റെ പിറകെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. 52 ഏക്കർ സ്ഥലമാണ് ഫോറസ്റ്റിന്റെ വേണ്ടത്. അതിന് പകരമായി 104 ഏക്കർ ഭൂമി അവിടെയുള്ള ജനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തതായ സ്ഥലം മുഴുവൻ ഫോറസ്റ്റായി മാറി. പക്ഷേ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതായിരിക്കുന്ന ഭൂമി ഇതുവരെ ലഭ്യമായിട്ടില്ല. ഞാൻ അതിലൊരു കാര്യം പറയുന്നു. പന്തിപ്പൊയിൽ ഭാഗത്തുള്ളതായിരിക്കുന്ന 5 സെന്റ് ഭൂമിയുള്ളതായ ഒരു ഐഷുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ആകെയുള്ളതായിരിക്കുന്ന ഭൂമി ഇതിനു വേണ്ടി വിട്ടുകൊടുത്തു. എത്ര ആളുകൾ കോട്ടയത്തെ, എറണാകുളത്തെ, തൃശ്ശൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി ഇവിടെയുള്ളതായിരിക്കുന്ന എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് ഭരണത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും കണ്ട് എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 52 ഏക്കർ ഭൂമി നൽകുകയുണ്ടായി. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് അവർ നൽകേണ്ടതായിരിക്കുന്ന ഭൂമി തിരിച്ചു തന്നില്ല. അതുകൊണ്ട് തന്നെ 70% പണി പൂർത്തീകരിച്ച് കേവലം 30% മാത്രം ബാക്കിയുള്ളതായ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ ബാക്കി ഭാഗങ്ങൾ മാത്രം കിടക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഇരട്ട തുരങ്കപാത അനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പണി നടക്കുമ്പോ തന്നെ ഈ 2 പാതകളും അതുപോലെ റെയിൽവേയും, നമുക്ക് വയനാട് വഴിയുള്ള റെയിൽവേ, മൈസൂർ നഞ്ചങ്കോട് നിലമ്പൂർ പാത, ആ പാതയടക്കം പ്രാവർത്തികമായി ഒറ്റപ്പെടുന്ന വയനാടിനെ സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കണം. ഇപ്പോ കഴിഞ്ഞ ദിവസം കുറ്റ്യാടി ചുരത്തിൽ വലിയ പ്രയാസമുണ്ടായി. നമ്മുടെ ചുരം റോഡിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ പ്രയാസമുണ്ടായി. വയനാട് ഒറ്റപ്പെടുകയായിരുന്നു. പ്രകൃതി രമണീയമായിട്ടുള്ള വയനാട്ടിൽ നിന്ന് താഴോട്ട് പോകാൻ ഒക്കില്ല, ഒരു ജയില് പോലെ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മറികടക്കണം. ആ മറികടക്കാനുള്ളതായിരിക്കുന്ന തീവ്ര യത്നത്തിൽ തീർച്ചയായും തുരങ്കപാത ഒരു ഘടകമായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ആശ്വാസം കൂടെ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 31-ാം തീയതിയുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അതിന്റെ മുന്നോടിയായിട്ടുള്ള മീറ്റിംഗിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുത്തിരുന്നു. അതിന്റെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗിന് നേതൃത്വം കൊടുത്തിരുന്നു. ഏറെ ആശ്വാസകരമായിട്ടുള്ള ഈ പദ്ധതി വയനാടിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒന്നാണ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA അദ്ദേഹമാണ് നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.